പണ്ട് നമുക്കിപ്പോൾ പരിഹാരങ്ങൾ ഉണ്ടാവുന്ന സമയമുണ്ടല്ലോ. ഇപ്പം എല്ലാത്തിനും നമുക്ക് പരിഹാരങ്ങളുണ്ട്. അപ്പം അന്നത്തെ കാലത്തൊക്കെ ഈ പൂജ പരിഹാരങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ എങ്ങനെയായിരുന്നു ഇത് സോൾവ് ചെയ്തിരുന്നത്? ഈ അന്നത്തെ കാലത്തൊക്കെ ഒരു പഴയ രീതിയിൽ നോക്കുമ്പോൾ നമുക്കിത് പരിഹാരങ്ങളില്ലാത്ത സമയത്ത് പണ്ട് എല്ലാം ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഓ ഓക്കെ, അല്ലേ? ശരിയല്ലേ? ഇപ്പോഴല്ലേ അതിൻ്റെ ഒരു വിഷയം വന്നത്? അതെ. ഇപ്പം എന്തായി? ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ എനിക്ക് സംഭവിക്കുക? അപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വടക്കോട്ടേ കിടക്കുള്ളൂ. അതെ. പക്ഷെ നമുക്ക് അതിലാണ് ഒരു സ്കെയിലിംഗ് ഇല്ലാത്തത്. നമുക്കതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മെഡിക്കലി ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഫിഗേഴ്സ് ഇപ്പോൾ ഞാൻ പറയാം, ഒരു ഡോക്ടർ പാരസെറ്റമോൾ 650 തന്നു. അദ്ദേഹം തരണം എന്തിനാ? അതിൽ അസുഖം മാറും എന്നുള്ളത്. അതേ ഇത് തന്നെയാണ് പുതിയ രീതിയിൽ നമ്മൾ നോക്കണത്. എല്ലാം നമ്മൾ അതിനെ മെഡിസിൻ എന്നുള്ളത് വേറൊരു രീതിയിൽ നമ്മൾക്ക് റിസൾട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പൂജയായിരിക്കാം, അല്ലെങ്കിൽ വീടിൻ്റെ നമുക്ക് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനത്തിൽ വന്ന അബദ്ധമാണെങ്കിൽ അങ്ങനെ ചെയ്യാം, എന്തു വേണമെങ്കിലും ചെയ്യാം, അതിനുള്ള പരിഹാരം ചെയ്യാം. പക്ഷെ പരിഹാരം ചെയ്യുമ്പോൾ ജനാലയും വാതിലും കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് വെച്ച് ആ പുറത്തുനിന്നുള്ള എനർജി, അതായത് കാറ്റായാലും വെളിച്ചമായാലും അതിനെ കൃത്യമായിട്ട് ഉള്ളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അതിലാണ് ഫ്ലാറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഫ്ലാറ്റ് നോക്കിക്കോളൂ, നമ്മുടെ എവിടെ എടുത്താലും പടിഞ്ഞാറുന്നുള്ള കാറ്റും തെക്കുന്നുള്ള വെയിലും കളഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ശരിയല്ലേ? പടിഞ്ഞാറുന്ന് ഇപ്പോൾ ഏത് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ പടിഞ്ഞാറുന്നാണ് ഏറ്റവും കൂടുതൽ. എന്തുകൊണ്ടാണ്? വയല്, അതിൻ്റെ അപ്പുറത്ത് വേമ്പനാട്ട് കായല്, അതിൻ്റെ അപ്പുറത്ത് അറബിക്കടല്. ശരിയല്ലേ? അപ്പം എന്താ, ഈ കാറ്റ് നമുക്ക് യഥേഷ്ടം കിട്ടി. ഇപ്പം ഈ ഭാഗത്തുള്ള ഏത് ചിറ്റേത്തുകരയുള്ള ഏത് ഫ്ലാറ്റ് എടുത്താലും അപ്പുറത്തെ സൈഡിൽ നിന്ന് ഓപ്പണാ, കാറ്റിൻ്റെ കോപം കൂടുതലായിരിക്കും, ഇല്ലേ? അതിൽ ചില്ലും പൊട്ടാത്ത പക്ഷേ അതിനെ കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാനും പറ്റും. ക്ലിയർ അല്ലേ? അതിനെ നമ്മൾക്ക് എന്ത് പരിഹാരം ചെയ്തിട്ടും ഇതിനെ നമ്മൾക്ക് പരിഹരിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഈ വാസ്തുപുരുഷൻ അങ്ങനൊരു അതിൻ്റെ സങ്കല്പം എന്താണ്? ഹിപ്പോത്തറ്റിക്കലായിട്ടുള്ള ഒരു ഇത് അതിൽ നമ്മൾക്കിപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നയിക്കുന്നത് പല പല ദേവതകൾ, ഇപ്പോൾ നമ്മുടെ നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് ഇതുണ്ടല്ലോ, അതാണല്ലോ നമ്മുടെ ജീവിതത്തിനെ നയിക്കണമെന്നാണല്ലോ നമ്മുടെ സങ്കല്പം. അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ മനസ്സിൻ്റെ ഇതിൽ ചന്ദ്രൻ എന്നുള്ള ഇതിൽ, അല്ലേ? മനസ്സിനെ റെപ്രസെൻറ്റ് ആ ചന്ദ്രന് എല്ലാം കൂടിയിട്ടുള്ള ഒരു സാധനം. അതെല്ലാം ആ ദേവതകളെല്ലാം കൂടി അങ്ങോട്ട് ദേവതകൾ ഈ ഒരു ഹിപ്പോത്തറ്റിക്കലായിട്ടുള്ള വാസ്തുപുരുഷൻ എന്നുള്ള വടക്കിഴക്കേ മൂലയിൽ തലയും തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കാലും അങ്ങനെയായിട്ടുള്ള ഒരു സങ്കല്പത്തിലാണ് നമ്മുടെ വീട് വയ്ക്കുക. എന്തായാലും നമ്മൾ ഹാർമോണിയസ് ആയിട്ട് അവരെ പ്രീതിപ്പെടുത്തിയാലേ നമ്മൾക്ക് ജീവിതം ഉണ്ടാവുള്ളൂ എന്നാണ് അതിൽ വരുന്നത്. അതാണ് മെയിൻ സങ്കല്പം. ഇപ്പം നമ്മൾ ഒരു അമ്പലത്തിൽ പോയിട്ട് പൂജയും ഇതെല്ലാം ചെയ്യണം എന്തിനാ? ആ പ്രീതിപ്പെടുത്തി, ഭഗവാനെ പ്രീതിപ്പെടുത്തി നമ്മൾക്ക് ഇത് കിട്ടാം. അതിന് ഓരോരോ പ്രദേശങ്ങളിൽ നമ്മൾ കയ്യിനിത് ഇതൊക്കെ എല്ലാം വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ആ വാസ്തുപുരുഷൻ എന്നുള്ള ഒരു ഹിപ്പോത്തറ്റിക്കലായിട്ടുള്ള ഇതിൻ്റെ മുകളിൽ വെക്കുമ്പോഴാണ് ഇപ്പോൾ ചിലവർ ചോദിക്കും, ഇപ്പോൾ ഭൂമിയിൽ മുഴുവനായിട്ടൊരു വാസ്തുപുരുഷൻ 5 സെൻറ്റിൽ വാസ്തുപുരുഷൻ, പക്ഷേ അതൊരു ഹിപ്പോത്തറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സാങ്കല്പിക കഥാപാത്രം. അതിനെ പ്രീതിപ്പെടുത്തിയാൽ അതിൻ്റേതായിട്ടുള്ള ഗുണം കിട്ടും. അതുമാത്രം മതി, സിമ്പിളായിട്ട്. ഈ മറ്റേ 5 സെൻറ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് ഭൂമിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഓരോ സെൻറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും അവിടെയും ഉണ്ട്, അവിടെയും വരുമല്ലോ. 4 അതിർത്തി തിരിച്ചാൽ കഴിഞ്ഞില്ലേ? അതെ. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ ഇതിനെ പറ്റിയിട്ട് 1-2 പേരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ്, ഈ വലിയ കൊട്ടാരങ്ങൾക്കും വലിയ വലിയ വീടുകൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വാസ്തു എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ഈ 5 സെൻറ്റ് 3 സെൻറ്റിലൊന്നും വാസ്തു നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് ശരിക്കും കറക്റ്റാണോ? വാസ്തു നോക്കണ്ടെന്നല്ല, വാസ്തു എന്ന് പറയണത് എന്താ, ഞാൻ ആദ്യം തന്നെ ബേസിക് പറഞ്ഞു. അതില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അത് കൊട്ടാരങ്ങൾക്കായാലും ചെറിയ കുടിലായാലും നമ്മൾക്ക് വസിക്കുന്ന സ്ഥലം, വസിക്കുന്ന ഇടത്ത് നമ്മൾക്ക് കൃത്യമായിട്ട് കാറ്റും വെളിച്ചവും വേണം. അത് വലിയ ഇത് വരുമ്പോൾ പ്രപ്പോർഷനായിട്ട് റൂംസിൻ്റെ വലിപ്പം കൂടുന്തോറും അതിലുള്ള ചൂട് കുറയും. കണക്കല്ല, ചൂട് കുറയും, ഇല്ലേ? ഓക്കെ. ഞാൻ വിചാരിച്ച റൂംസ് വലുതാവും തോറും ആ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. അതവിടെ നിൽക്കട്ടെ, ഞാൻ കണക്കിൻ്റെ അവിടേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 5 സെൻറ്റിൽ ഉണ്ടാവുന്ന റൂം
50 സെന്റിനുണ്ടാവുന്ന ഭൂമി അല്ലെ റൂം വ്യത്യാസമല്ലേ? വലുതാവും തോറും ചൂട് കുറയില്ലേ? സർക്കുലേഷൻ കൂടും, അത്രയും ഏരിയ കിട്ടും. അതാണ്. പക്ഷെ രണ്ടും വാസ്തുവിന്റെ ബേസിക് ഒന്ന് തന്നെയാണ്. അശോകന് ക്ലിയർ ആയില്ലേ? അത് 5 സെന്റിലും ഇപ്പൊ നമ്മൾ തെക്ക് വശം പടിഞ്ഞാറ് വശം മുഴുവൻ അടച്ചു കഴിഞ്ഞോ? ഇത്രേ ഉള്ളൂ. എല്ലാത്തിനും ഹാർമോണിയസ് ലിവിങ് വേണം. അതപ്പോ 50 അവന്റെ അദ്ദേഹത്തിന്റെ മുത്തശ്ശനോ മുതുമുത്തശ്ശന്റെ കഴിവനുസരിച്ചിട്ട് 50 സെന്റ് 60 സെന്റ് വീട് വെച്ചു. പക്ഷെ അപ്പോഴും നമ്മൾ 5 സെന്റായാലും 2 സെന്റായാലും 3 സെന്റായാലും ഇപ്പോഴത്തെ സെറ്റ് ബാക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ തെക്കും പടിഞ്ഞാറും അടച്ചു കിട്ടിയ ബുദ്ധിമുട്ടായി. ക്ലിയർ? കറക്റ്റ്. ഈ നമ്മൾ ഈ ഒരു വീട് വാടകയ്ക്കായാലും മറ്റേ വീട് വെച്ച് താമസിക്കാൻ പോകുമ്പോഴും ഈ ഗൃഹപ്രവേശത്തിനൊരു മുഹൂർത്തം നോക്കുന്നുണ്ടല്ലേ, അത് ഈ വാസ്തുദോഷത്തിന് പരിഹാരങ്ങളാക്കാമെന്ന് പറയാൻ പറ്റില്ല? ഇല്ല. നല്ലൊരു സമയം, നമുക്ക് എല്ലാത്തിനും സമയം വേണ്ടേ? അതെ. ഈവൻ വലതുകാലം വെച്ച് എവിടേക്ക് കയറുകയാണെങ്കിലും വാടക വീടായാലും താമസിക്കാനുള്ളൊരു സ്ഥലമാണല്ലോ. അതെ. ചിലപ്പോൾ അവൻ്റെ നല്ല കഴിവോ നല്ല ഇതും അനുസരിച്ചിട്ട് ചിലപ്പോൾ അവൻ കുറച്ചും കൂടി വലിയ വീട്ടിലേക്കാവും പോകുന്നുണ്ടാവുക. അത് അവൻ്റെ സമയം. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിൽ വാസ്തുപരമായിട്ട് നല്ലൊരു സമയം നോക്കി, അത് ജ്യോതിഷപരമായി, വാസ്തുപരമല്ലാതെ മുഹൂർത്തം ആകുമ്പോഴേക്കും ജ്യോതിഷമായി അത്. മനസ്സിലായില്ലേ? ഈ വാസ്തുദോഷത്തിന്റെ പരിഹാരം അങ്ങനെ വരുന്നില്ല. വാസ്തുദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രധാനമായിട്ട് കണക്ക് തെറ്റിക്കിടക്കുക. കണക്കിനൊരു പ്രപ്പോർഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ വലുതായി കഴിഞ്ഞാൽ എല്ലാത്തിനും പ്രപ്പോർഷൻ വേണം. അതിലൊരു നീളവും വീതിയും തമ്മിലുള്ളൊരു ഘടനയുണ്ട്. അത് റൂമുകളുടെ തുടങ്ങി പുറത്തെ ചുറ്റളവ് വരെ ഇതുണ്ട്. ഈ പുറത്തെ ചുറ്റളവിൽ വരുമ്പോൾ വീടിന് ഇന്ന ഭാഗത്ത് പ്രൊജക്ഷൻസ് ആവാം, ഇന്ന ഭാഗത്ത് പ്രൊജക്ഷൻസ് പാടില്ല. അതിൽ തെക്കിനെയും പടിഞ്ഞാറ്റിനെയും, തെക്കിനി എന്ന് പറഞ്ഞാൽ തെക്ക് വശത്തുള്ള, പടിഞ്ഞാറ് വശത്തുള്ള, അത് കഴിയുന്നതും കട്ടിങ്ങോ ഇതും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ വരും. മനസ്സിലായില്ലേ? അതിൽ പ്രൊജക്ഷൻസോ ഡിലീഷൻസോ ഒന്നും വരാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിനാണ് വാസ്തുപരിഹാര ഇത് പറയണത്. മുഹൂർത്തം വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? മുഹൂർത്തം നല്ലൊരു മുഹൂർത്തം നോക്കി, നമുക്കിപ്പോൾ ഈ ഹൗസ് വാമിങ് ചെയ്യാൻ കുംഭം കന്യവാസങ്ങൾ പാടില്ല എന്ന് പറയും. പിന്നെ കർക്കിടകം നമ്മൾ എന്തിനും ഒഴിവാക്കുക. കർക്കിടകം എന്തുകൊണ്ടാണ് ഒഴിവാക്കണം എന്ന് പറയണത്? മഴ കൂടുതലെന്നാണ്. ഇപ്പോഴത്തെ കാലത്തെ അല്ല പറഞ്ഞത്. ഇപ്പോൾ കർക്കിടകം കഴിഞ്ഞ് ചിലപ്പോൾ ചിങ്ങത്തിലേക്ക് കയറും. പക്ഷേ കാലം മാറി. അതിൻ്റെ നമ്മുടെ കാലാവസ്ഥ മുഴുവൻ മാറിയല്ലോ. കാലാവസ്ഥ മാറുമ്പോൾ അതിനനുസരിച്ചിട്ട് ജ്യോതിഷപരമായിട്ടും വാസ്തുപരമായിട്ടും മാറില്ല കേട്ടോ. അതിന് മാറ്റം ഉണ്ടാവില്ല. കാലാവസ്ഥ മാറും, കാലാവസ്ഥ മാറിക്കോട്ടെ. അപ്പോൾ ഈ കർക്കിടകം നമ്മൾ കഴിയുന്നത് മാറ്റുന്നത് അതുകൊണ്ടായിരിക്കാം. മറ്റത് കുംഭം കന്യമാസങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവാം. അതൊക്കെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ, എനിക്ക് കൂടുതൽ അറിയില്ല. ഇപ്പോൾ നമ്മളൊക്കെ ശാസ്ത്രം കുംഭം കന്യമാസങ്ങൾ പാടില്ല പറഞ്ഞാൽ അതിൽ നമ്മൾ ചെയ്യാറില്ല. അതിപ്പോൾ എവിടെയെങ്കിലും വായിച്ചുണ്ടോ കുംഭം എന്തുകൊണ്ട് കുംഭമാസത്തിൽ പാടില്ല? പക്ഷെ ആ കുംഭമാസത്തിൽ ഇപ്പം എന്തായി? അതുപോലും കുംഭമാസത്തിൽ പാടില്ല എന്ന്, കല്ലിടൽ പോലും പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വരികയാണ്. അത് സാധാരണ നമ്മൾ കൊടുക്കാറില്ല. അതൊരു നമ്മളൊരു ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അതായത് കുംഭം കന്യമാസങ്ങളിൽ നമ്മൾക്ക് ഹൗസ് വാമിങ് പാടില്ല. മറ്റൊന്ന് നമ്മൾ പറയുന്നുണ്ട്, അതായത് കോൺ മാസങ്ങൾ നമ്മൾ ഒഴിവാക്കണമെന്ന്. അതറിയില്ലേ? അതായത് നമ്മൾ കല്ലിടുന്ന സമയം അത് ഉദയരാശിയുടെ 10ാം രാശിയാണ് നമ്മൾ കല്ലിടേണ്ട, അത് നമ്മുടെ പ്ലാനിൽ വരിക. അത് വരുന്നത് ബാക്കിയുള്ള കോൺമാസങ്ങൾ നമ്മൾ പറയാ ഈ വാസ്തുപുരുഷൻ ഉറങ്ങിക്കിടക്കുന്ന സമയം എന്നാണ്. അത് വേറൊരു ഗിമ്മിക്കാവാട്ടോ. ഈ കോൺമാസങ്ങൾ വന്നു കഴിഞ്ഞാൽ, കോൺമാസങ്ങളിൽ നമ്മൾ കല്ലിട്ട് കഴിഞ്ഞാൽ കോൺമാസം തന്നെയാണ് കല്ലിൻ്റെ 10ാം രാശി വരുന്നത്. ശരിയല്ലേ? അപ്പോൾ അതുമായിട്ട് എന്തോ റിലേഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്കൊരു ഒരു വിദ്വത് സദസ്സ് വെച്ചിട്ട് ശരിക്കും ഡിസ്കസ് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. എന്തുകൊണ്ട് കുംഭം കന്യമാസങ്ങൾ പാടില്ല? ഇപ്പോൾ അത് ഒന്ന് സൈക്കോളജിക്കലാണോ, മനുഷ്യൻ്റെ ഒരു സൈക്കോളജി ആണോ, അതോ നമ്മുടെ ഈ ഭൂമിയുടെ എന്തെങ്കിലും ഘടനയായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ടോ? കുംഭമൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയം, ഹൈലി അല്ലേ? ശരിയല്ലേ? ഫെബ്രുവരി മാർച്ച്. അപ്പോൾ ഇനി അതിൻ്റെ വലുതാണോ? ഇപ്പോൾ കന്നിമാസത്തിൽ നമ്മൾ കാലാവസ്ഥയായിട്ട് നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. ചിങ്ങം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ എല്ലാം വിളവും എല്ലാം ചെയ്ത് അതും പ്രശ്നമില്ല. പക്ഷെ എന്തുകൊണ്ട് കന്നിമാസത്തിൽ പാടില്ല? അതിൽ അറിയില്ലേ? അത് ചിങ്ങം കന്നി നമ്മൾ കൃത്യമായിട്ട് പറയും. ഒന്നും ചെയ്യരുതെന്ന് പറയും.
അല്ല ചിങ്ങല്ല കുംഭം കുംഭകർണി മാസത്തിലുള്ളത്. അതെന്തുകൊണ്ടാണ് നമുക്കറിയില്ല. അതൊക്കെയാണ് നമ്മുടെ ഈ ഇനി ശാസ്ത്രത്തിൽ എവിടെയെങ്കിലും നമ്മളിപ്പോൾ വിഷ്ണു സംഹിത ഇങ്ങനത്തെ ബുക്കുകളെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാടില്ല പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അതെ അതെ. നമ്മൾക്ക് ഈ എന്താ വിഷയം വെച്ചാൽ കേരളക്കാർക്കൊരു വിഷയം എന്താ വെച്ചാൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ക്യൂരിയോസിറ്റി കൂടും, എന്തുകൊണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാം, ഒരു ഉദാഹരണത്തിന് ഞങ്ങൾ കാണിപ്പേര് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യാറുണ്ട് ഇങ്ങനെ പലതുമായിട്ട്. എന്താ ചില അമ്പലങ്ങളിൽ വടക്കോട്ട് നടയുള്ള അമ്പലങ്ങൾ കണ്ടിട്ടില്ലേ, തിരുവന്താംകുന്ന് എല്ലാം ഉണ്ട്. അത് ചില ദിക്കിൽ പടിഞ്ഞാട്ടാണ് ഓവ് വെച്ചിരിക്കുന്നത്. എന്താ കാര്യം? ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല, ആരും പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഡിസ്കഷനിൽ വന്നപ്പോൾ എന്നാൽ അത് കിഴക്കോട്ട് ഇപ്പോൾ നമ്മൾ പൂജിക്കണ സമയത്ത് ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ വലത് മുന്നിലെന്നുള്ളത് ഇതാവും. അപ്പോൾ പടിഞ്ഞാട്ടാവുമ്പോഴോ, പടിഞ്ഞാട്ട് വടക്കോട്ടല്ലേ ഓവ, അപ്പോൾ അദ്ദേഹം ഇരിക്കുക ഇടത്ത് സൈഡിലാണ്. അപ്പോൾ അതല്ല ശരി. ഇപ്പോൾ പുറത്തേക്കുള്ള നിർഗമന ജലം ഒരു മാലിന്യമായത് കാരണം അദ്ദേഹത്തിന് എന്താണ് പറയുക, നിർമാല്യം ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഓവിന് അല്ലാത്ത സ്ഥലത്തിരിക്കണത്. ഇതിപ്പോൾ നമ്മളൊരു ചിന്താവിഷയമാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത്, അതാണ് ഈ കാരണവന്മാരെ കുറ്റം പറയാൻ പാടില്ല. ഈ ചില കാര്യങ്ങൾ കാരണവന്മാരൊന്നും അവിടെ പറഞ്ഞു നിർത്തിയേക്കാണ്, പാടില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് എവിടെയും നമ്മൾ പിന്നെ അന്നത്തെ കാലത്ത് അത് എന്തുകൊണ്ട് അങ്ങനെ പാടില്ല എന്നുള്ളൊരു ചോദ്യം മുത്തശ്ശൻ പറയാണ്, ഇങ്ങനെ പാടില്ല പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞാണ് അത് നിർത്തും. കാരണവർ പറഞ്ഞു പറ്റില്ല. സന്ധ്യക്ക് നഖം വെട്ടരുതെന്ന് പറഞ്ഞാൽ ഇന്ന് ചോദിക്കുക എന്തുകൊണ്ട് നഖം വെട്ടിയാൽ എന്താ ഉണ്ടാവുക അല്ല, അതിൽ വേണമെങ്കിൽ പുതിയൊരു സാധനം ഇതാവാം. പണ്ടത്തെ കാലത്ത് ബ്ലേഡൊന്നുമില്ല, കത്തി വെച്ചിട്ടാ അതാവാം. അപ്പൊ കത്തി വെച്ചിട്ട് ഇപ്പൊ സന്ധ്യയിൽ മുറിയാണ്ടിരിക്കാനാണ് ആയിരിക്കാം, വെളിച്ചത്തിൽ ആ വെളിച്ചാവുമ്പോ നമുക്ക് കുറച്ചും കൂടി വിഷൻ കുറച്ചും കൂടി ഇതുണ്ട്. അങ്ങനെ അതാണ് ലോജിക്കലി, അതുകൊണ്ടാണ് സന്ധ്യക്ക്. പക്ഷെ അന്നാരും അത് തിരിച്ചു ചോദിക്കില്ല. ഇല്ല, കാരണവര് പറഞ്ഞു, മറുത്തൊരു ചോദ്യം ഇല്ല അവിടെ. നമ്മളപ്പോ തന്നെ വെച്ചു. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇപ്പോൾ തർക്കിക്കുന്ന ആളാണെങ്കിലും ഒരു കാര്യത്തിന് പക്ഷെ അദ്ദേഹത്തിന് ഒരു സോളിഡ് പ്രൂഫ് അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യനും ഒരു ചീത്ത ക്വസ്റ്റ്യൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇല്ലേ. അതിന് അദ്ദേഹത്തിന് ആൻസർ കിട്ടണം അല്ലെങ്കിൽ ഉത്തരം കിട്ടണമെന്നില്ല. അതിനെ ആ സമയത്ത് നമ്മൾ ചോദിക്കുക, അല്ലേ? ശരിയല്ലേ? ഒരു ഫ്രീ തിങ്കർ കോൺസെപ്റ്റ്. ഒരു മനുഷ്യൻ ഇതാവുമ്പോൾ പ്ലസും മൈനസും എല്ലാം ഉണ്ടാവും, ന്യൂട്രലും എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അവിടെ വന്നു, എന്തുകൊണ്ട് ഇവിടേക്ക് മാറി, എന്തുകൊണ്ട് നമ്മളിപ്പോൾ എപ്പോഴും പറയും ഒരു വീട് ഡിസൈൻസ് സമയത്ത് അവർക്ക് ഒരു 1600-2000 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. നമ്മൾ ഇപ്പോൾ എപ്പോഴും നമ്മൾ കിടക്കുന്ന റൂം കുറച്ച് മുറി നമ്മൾ കുറച്ച് വലുതാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അവർ AC ഉപയോഗിക്കേണ്ട, ഫാൻ ഉപയോഗിക്കേണ്ട. നല്ല പണ്ടത്തെക്കാട്ടിൽ എത്ര വ്യത്യാസം വന്നു ഇവിടെ. ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിലും പണ്ടത്തെ ഒരു ഓടും കൂടെ ആകുമ്പോൾ തന്നെ എത്ര വ്യത്യാസം വന്നു ഇല്ലേ. ഈ മോളിൽ നിന്നുള്ള സൂര്യൻ ഓടിൽ ആദ്യം പതിച്ചു, അതിൻ്റെ കുറച്ച് അബ്സോർബ് ചെയ്തു കളിമണ്ണ്. അതിൻ്റെ അപ്പുറത്ത് വീണ്ടും നമ്മുടെ തട്ടിട്ട് റൂം ഇല്ലേ. അതൊന്ന് വീണ്ടും വന്നപ്പോൾ ചോട്ടിലെന്തായി, ടൈൽസും അല്ല, ഒന്നുമല്ല, വെറും ചാണകം മെഴുകിയതോ അല്ലെങ്കിൽ അത് വെറും നമ്മുടെ എന്താ കറുപ്പ് കളറും ചുമപ്പ് റെഡ് ഓക്സൈഡ് പോലത്തെ. അപ്പം എന്താ, ഇത് മുഴുവൻ അബ്സോർബ് ആയി, ഇത് മുഴുവൻ എന്താ നാച്ചുറലാണ്. ഇപ്പം ഈ ടൈൽസ് എന്ന് പറയുന്നത് ക്ലേ ആണ്, പക്ഷെ അത് നാച്ചുറലി കുറച്ചൊരു ആർട്ടിഫിഷ്യലി കയറുമ്പോഴേക്കും വ്യത്യാസം വന്നു. അതെ. പണ്ടത്തെ കാലിലൊരു വേദന, വാദം പോലത്തെ സംഭവം ഇല്ല, എല്ലാം അബ്സർവേഷനാണ്. അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് ചേർന്ന് കിടക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം എന്തായി, ഇപ്പോൾ ഒന്നുകിൽ മുകളിൽ ഷീറ്റ് ഇടും, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരു ഏർപ്പാട് എന്താ വെച്ചാൽ മുകളിൽ ട്രസ് ചെയ്തിട്ട് ഓടിട്ടിട്ട് അതിൻ്റെ ചോട്ടിൽ ഒരു സപ്പോർട്ടിങ് ഓടും കൂടി വയ്ക്കും. അപ്പം എന്തായി, കുറേ അതിലേക്ക് വന്നു. എന്നിട്ട് പണ്ടത്തെ കാലത്ത് ഇടയ്ക്ക് ഒരു രാമച്ചത്തിൻ്റെ ഒരു ഇത് വെക്കാറുണ്ട്, കുറച്ച് വലിയ പ്രമാണിമാര്. അതില് ഈ തേക്ക് കണ്ടിട്ടുണ്ട്, തേക്കിന്റെ അല്ല, അത് എന്താ നമ്മുടെ ഇതിനെ പ്രതിരോധിക്കാനുള്ളതാ, ചെതലിനെ പ്രതിരോധിക്കാനുള്ള. ചെതല് ഇതാവില്ലല്ലോ ഇതില്. അതിന്റെ ഇപ്പം പോണത്ര കോലോത്തോ പ്രാവശ്യം പൊളിച്ചപ്പോൾ, ഒരു ദിക്കിൽ പൊളിച്ചപ്പോൾ ടോയ്ലറ്റ് ഒന്ന് 2 അടി 3 അടിയാ താഴത്തേക്ക് നിൽക്കണത്. അതിന് പിന്നെ അവർ വീണ്ടും കെട്ടേണ്ടി വന്നത്. അല്ല അത്രയും നമ്മൾ അല്ല, ഇപ്പോൾ ഒരു രാജാവ് കൽപ്പിക്കുകയാണ് എനിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞാൽ അത്രയും ഇതിലാണ്.
അതെ. ഇപ്പോൾ കവടിയാറൊക്കെ കണ്ടിട്ടില്ലേ? അയ്യോ. ഇപ്പോൾ എൻ്റെ അമ്മയുടെ ഇല്ലത്തൊക്കെ എന്തായിരുന്നു ഒരു സുഖം അറിയോ? ഇപ്പോൾ തെക്കിണിപ്പടിയിൽ കിടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തെ പൂമുഖത്ത് കിടന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ സർക്കുലേഷൻ പ്രോപ്പറാണ്. അതുകൊണ്ട് 4 വശത്തും ജനാലാവാതില്. ഇപ്പം എന്താ ഫ്രണ്ടിൽ വാതില്, ബാക്കിൽ 2 വാതിലിൽ കൂടുതൽ. പക്ഷെ ഇപ്പോഴും ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജനാലകൾ നല്ല രീതിയിൽ ക്രോസ് വെന്റിലേറ്റഡ് ആണെങ്കിൽ 45 ഡിഗ്രി ആംഗിളിൽ ഒരു പ്രശ്നവുമില്ല. അത് കുറച്ചൊന്ന് ജനാല താഴ്ത്തി വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി, ഇപ്പോൾ താഴത്തെ ജനാല ഫിക്സ് ചെയ്തിട്ട് കുറച്ച് ഇതിലേക്ക് വരികയാണെങ്കിൽ സുഖമാണ്. ഇപ്പോൾ പലരും അങ്ങനെ വരാന്തയിലേക്കും ഇതും ഈ കാറ്റ് നീ ഈ വഴി വന്ന് ഈ വഴി പോകാൻ പറഞ്ഞാൽ നടക്കില്ല. അതെ. കാറ്റിന് ഒരു കൃത്യമായിട്ടുള്ളൊരു ആംഗിൾ ഉണ്ട് വരാനും പോകാനും. ഇപ്പം ആർക്കിടെക്റ്റിൻ്റെ നമ്മൾ ഡ്രോയിങ്ങിൽ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ആർക്കിടെക്റ്റായിട്ട് ഇപ്പോൾ അശോക് ഒരു പ്ലാനിന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അവർ വരയ്ക്കിങ്ങനെ ആംഗിൾ എങ്ങനെയാണത് വരണം, അത് കൃത്യമായിട്ട് അവർക്ക് ഇത് പറയും. പണ്ടെന്താ ആ ക്രോസ് വെന്റിലേഷൻ, അതാണ് കാര്യം. അതെ. അതേപോലെ നമ്മൾ ഈ നേരത്തെ വിശ്വകർമ്മ കാര്യം പറഞ്ഞത്, അവരും ഈ പറഞ്ഞ പോലെ കറക്റ്റ് വാസ്തു കണക്ക് പറഞ്ഞിട്ടുള്ള മെഷർമെൻറ്റ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അവർക്കും ഇതിൽ ഭയങ്കര ഇൻഡെപ്ത് മറ്റേ ഇതുണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും ഇപ്പം അവർ എന്താ ഈ ആൾക്കാർ മരപ്പണിയിലേക്ക് ഓരോ വളയ്ക്കും ഓരോ കഴുക്കോലിനും ഓരോ ബന്ധത്തിനും അല്ലെങ്കിൽ ഓരോ ഉത്തരത്തിൻ്റെ സന്ധിക്കും ഇതിനെല്ലാത്തിനും കണക്കാണ്. ഉത്തരസന്ധിക്ക് തന്നെ കണക്കാണ്. അതിനും മറ്റേ നമ്മൾ വീടിൻ്റെ ഇതിനും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടോ? ശാസ്ത്രത്തിൽ വ്യത്യാസം? ശാസ്ത്രത്തിലെല്ലാം ബേസിക് ഒന്ന് തന്നെ, ബേസിക് സെയിം, എല്ലാം സെയിം. പക്ഷേ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ, കണ്ണൂർ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അങ്കുലാദിയിലേക്കാണ് വരിക. ഇവിടെ കുറേ കോൽവിരലാണ്. ഇപ്പം എല്ലാം കോൽവിരൽ സെൻറ്റിമീറ്റർ മീറ്റർ ആവുന്നത്. അടിക്കണക്ക് വന്നു കഴിഞ്ഞാൽ എന്താ വിഷയം വെച്ചാൽ അടിയിൽ നിന്ന് സെൻറ്റിമീറ്റർ മീറ്റർ ആക്കണം, എന്നിട്ട് വേണം. അപ്പോൾ ഈ കൺവേർഷൻ റേറ്റ് നമ്മൾക്ക് സെൻറ്റിമീറ്റർ മീറ്റർ അസുഖം. മറ്റതാണെങ്കിൽ എന്താ അടിയിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ എന്നുള്ള ഒറ്റ ഫിക്സഡ് നിന്ന് നമ്മൾ സെൻറ്റിമീറ്റർ ആക്കി അതൊന്ന് വേണം കൺവേർട്ട് ചെയ്യാൻ. അതിലൊരു വ്യത്യാസമില്ല. അവർക്ക് വിശ്വകർമ്മർക്ക് വേറെ, അല്ലെങ്കിൽ ബാക്കി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വേറെ, അതില്ല. അങ്ങനെ ശാസ്ത്രം ഒന്ന് തന്നെയാണ്. ശാസ്ത്രത്തിൽ പറയുന്ന അളവുകളെല്ലാം ഒന്ന് തന്നെയുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ നമ്മൾ എക്രോസ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പല വീടും പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും വീടുകളായാലും പല ടൈപ്പുകളാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്രോസ് കേരളം ട്രാവൽ ചെയ്യുമ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അക്രോസ് കേരളം ഒരേ സ്ട്രക്ചറായിട്ടല്ല നോക്കുന്നത്. ടുവേർഡ്സ് നോർത്ത് പോവുകയാണെന്ന് വെച്ചാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം ഈ നേരത്തെ ഈ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് തന്നെയാണോ അക്രോസ് ഇന്ത്യ? അല്ലെങ്കിൽ അങ്ങനെയല്ല, അതിൽ ദേശാടിസ്ഥാനത്തിൽ കുറച്ച് മാറ്റങ്ങൾ. അതാ ചോദിക്കും. ഇപ്പോൾ ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാം. പണ്ടത്തെ കാലത്ത് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ, കണ്ണൂർ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ചില ദിക്കിൽ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ പടിഞ്ഞാട്ടായിരിക്കും അടുക്കള, അതിൻ്റെ ചിമ്മിന് പടിഞ്ഞാട്ടായിരിക്കും. അതെ. പക്ഷേ മധ്യ കേരളത്തിൽ വെക്കുമ്പോൾ നമ്മൾ കഴിയുന്നതും അവിടെയും കാറ്റ് വരുന്നത് പടിഞ്ഞാറ് തന്നെയാണ്. അറബിക്കടൽ മുഴുവൻ പടിഞ്ഞാറ് ഓപ്പണാണ്. ഈ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ പടിഞ്ഞാട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ ബുദ്ധിമുട്ട് അറിയോ? അതിൻ്റെ കാറ്റിൻ്റെ ദിശ എവിടേക്കാണ്? നമ്മുടെ മുഖത്തേക്കാണ്. വല്ല എരിവും പുളിയും ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ മുഖത്തേക്ക് അടിക്കും. വടക്ക് കിഴക്കേ മൂലയിലോ തെക്ക് കിഴക്കേ മൂലയിലോ വെച്ച് കഴിഞ്ഞാൽ എന്തായി? കാറ്റ് പിന്നുന്ന നേരെ. അതിൽ ഒരു ചെറിയ വ്യത്യാസങ്ങൾ ഇപ്പം എന്താ കണ്ണൂർ ഭാഗത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഈ ഭാഗത്ത് ഇങ്ങനെ. അപ്പോൾ അതെല്ലാം ഒരു അവിടുത്തെ തച്ചൻ്റെ ഒരു ഇതിലായിരിക്കും അത് പോയിട്ടുണ്ടാവുക. അതിൽ ശാസ്ത്രം പറയുകയാണെങ്കിൽ ഇന്നെ ഭാഗത്ത് വേണമെന്നേ പറയുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ നമ്മുടെ പ്രാക്ടീസും നമ്മുടെ ഒരു ഇതും വെച്ചിട്ട് നമ്മൾ ഡിറൈവ് നോക്കണം, കൃത്യമായിട്ട് കിട്ടണതാണ്. കോർ ഫണ്ടമെന്റൽസ് പക്ഷെ സെയിം. ഒരു വ്യത്യാസം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ആ ദേശത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ കട്ടപ്പനയിലത്തെ ഒരു കട്ടപ്പന മുഴുവൻ കിഴക്കുന്ന കാറ്റ്, അല്ലെങ്കിൽ ആ പ്രദേശത്ത് മുഴുവൻ അവിടെ നിന്നാണ് കാറ്റ് വരിക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മൾ ഡൽഹിയിലൊക്കെ കുറച്ച് കാലം താമസിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോഴും ഇത് എല്ലാം ഈ കാറ്റും വെളിച്ചവും അവിടെ കുറച്ചും കൂടെ നാരോ ഡൗൺ ഇതാണല്ലോ. അപ്പം ഈ അതിനനുസരിച്ചിട്ടുള്ള ഇപ്പോൾ അവിടെ എന്താ വെച്ചാൽ അവിടെ അന്നും ഒരു ഫ്ലാറ്റ് സിസ്റ്റാണ്. അതെ. അപ്പോൾ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് എങ്ങനെ കാറ്റിനെ പുറത്തേക്ക് കളയണം എന്നുള്ളത് നോക്കിയിട്ട് അപ്പോഴും ഞാൻ നോക്കിയാണത് ഒന്നുകിൽ വടക്കോട്ട അല്ലെങ്കിൽ കിഴക്കോട്ട കാറ്റ് പിന്നെന്ന് പറഞ്ഞ കാരണം. അതാണ് കൃത്യമായിട്ട്. ഇപ്പോൾ ഫ്ലാറ്റുകളിലും അങ്ങനെ തന്നെയാണല്ലോ. ഫ്ലാറ്റ് ഇപ്പോൾ ഈ ബെഡ്റൂംസോ അല്ലെങ്കിൽ ലിവിങ് റൂംസോ എല്ലാം സെൻറ്ററിൽ ഇട്ടിട്ട്
ഫ്ലാറ്റ് കിച്ചൺ ഏതെങ്കിലും അല്ലെങ്കിൽ അടുക്കള ഏതെങ്കിലും മൂലയിലേക്ക് പോകും അല്ലേ, ശരിയല്ലേ? ഒരു സെൻട്രൽ പോർഷനിലായിരിക്കും മിക്കവാറും. അപ്പോൾ എന്താ അതിന്ന് അത് കൂടെ പോകും പുറത്തേക്ക്. ബാക്കിയെല്ലാം കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ക്രോസ് വെന്റിലേഷൻ കിട്ടും. ഈ ക്ലൈമറ്റിക്കൽ ചേഞ്ചസ് ഭയങ്കരമാണല്ലോ ഇപ്പോൾ. കാലാവസ്ഥ മാറി മാറി വേറെ ലെവലിലോട്ട് മാറുകയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ ഈ വാസ്തുവിലുള്ള ചേഞ്ചസും വരാറുണ്ടോ? അതോ അത് വേണമല്ലോ. അതായത് ഇത്രയേ ഉള്ളൂ, നല്ലപോലെ ജനാലയും വാതിലും കൊടുക്കുക. കൃത്യമായിട്ട് പടിഞ്ഞാറ് വശവും തെക്ക് വശവും ഓപ്പൺ ഇതാക്കുക. ബെഡ്റൂംസ് എന്തുകൊണ്ടാണ് അവിടെ വന്നത്? തെക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും വന്നെന്താ? അല്ലെങ്കിൽ വടക്ക് കൊടുക്കായിരുന്നില്ലേ? ശരിയല്ലേ? അതെ അതെ അതെ. കേരളത്തിൻ്റെ കാലാവസ്ഥയിലോ എവിടെ പോയാലും ഇപ്പോൾ എന്താ ആന്ധ്രാപ്രദേശോ അല്ലെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തെക്ക് കിഴക്കേ മൂലയിലേ പാടുള്ളൂ. എന്തുകൊണ്ടാണ്? അരി പകുതി വേവിച്ചാൽ മതി, ബാക്കി സൂര്യൻ കയറിയോളൂ. അതെ, ചൂട് കാരണം. ചൂട് അത് എക്സ്ട്രീം ആണല്ലോ ഇവിടത്തേക്ക്, ആ രീതിയിലേക്ക് വരികയാണ് ഇവിടെ. ഇതിനൊരു ഫോറം ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ഒരു വാസ്തു ഒരു ഫോറം, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? ഗ്രൂപ്പ് പറഞ്ഞാൽ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അതിൽ കോർ ഫണ്ടമെൻ്റലായിട്ടുള്ളത് ഇപ്പോൾ സംശയം ചോദിക്കണ ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ കാനിപ്പേര് ആയത് കാരണം, ഇല്ലത്തെ ആയത് കാരണം പലരും കുടുംബത്തിൽ തന്നെ. വേറൊരു കാര്യമുണ്ട്, ഞാനിപ്പോൾ ഏകദേശം എല്ലാവരോടും സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ ചോദിക്കാറുണ്ട്. എവിടെ നിന്നാണ് ആൻസർ, കൃത്യമായിട്ടുള്ള ഒരു ആൻസർ കിട്ടുക എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാറുണ്ട്. ഈ ചേഞ്ചസ് വരുമ്പോൾ ഇത് ഇവോൾവ് ചെയ്യണമല്ലോ, നമ്മൾ തന്നെ അതനുസരിച്ച് മാറ്റണ്ടേ. അപ്പോൾ അതായത് അതിലെന്താ വെച്ചാൽ ആർക്കിടെക്ചറൽ വ്യത്യാസങ്ങളാണ് വരുന്നത്, ഫണ്ടമെൻ്റലിന് വ്യത്യാസം വരില്ല. കറക്റ്റ്. അതിൽ ചൂട് കൂടുമ്പോൾ അതിനനുസരിച്ച് പ്രതിരോധിക്കാൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഓടിൻ്റെ താഴെ പണ്ടെന്താ ഓട് കഴിഞ്ഞാൽ നമ്മുടെ കഴുക്കോൽ ഇതൊക്കെ അതിൻ്റെ മുകളിൽ തട്ടിട്ടുണ്ട്, സുഖമായി ഇല്ലേ? ഇപ്പം അതിനെന്തായി, ഇപ്പം വാർത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ട്രസ് ചെയ്യുമ്പോൾ ട്രസ്സിൻ്റെ താഴെ ഒരു ചെറിയ ഓടും കൂടി വെച്ച് കഴിഞ്ഞാൽ ആ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ എയർ വരും. ഇപ്പോൾ ഇപ്പം ഇവിടെ കാക്കനാട് ഒരു വീട് പണിയണതിൽ മുഴുവൻ പുതിയ തരത്തിലുള്ള മറ്റേ ഇഷ്ടിക കുറച്ചും കൂടി വീതി വന്നിട്ട് പഴയ സോളിഡ് ആയിട്ടുള്ള കുറേ എയർ ഹോൾസ് വന്നിരിക്കുക. അപ്പോൾ കുറച്ചും കൂടി പിന്നെ മുഴുവൻ ക്രോസ് വെന്റിലേഷനാണ്. അപ്പോൾ കുറച്ചും കൂടി അതിൽ എന്താണ് പറയുക, എയർ സർക്കുലേഷൻ കുറച്ചും കൂടി, തണുപ്പ് കുറച്ചും കൂടി ഉണ്ടാവും. മനസ്സിലായില്ലേ?